ഹായ് പ്രിയപ്പെട്ടവരെ, മന്ത്രി ഗണേഷ് കുമാറിൻ്റെ അധാർമിക ജീവിതം ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണല്ലോ. നാട്ടിൽ നടക്കുന്ന സകല സംഭവങ്ങളും നമുക്ക് ചർച്ച ചെയ്യേണ്ടതല്ല. പക്ഷേ ക്രൈസ്തവമായ ഒരു പ്രത്യേക പ്രാധാന്യം ഈ വിഷയത്തിൽ കാണേണ്ടത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി തരാം. നിങ്ങളിൽ ധാരാളം പേർ കേട്ടിരിക്കും ഗണേഷ് കുമാറിൻ്റെ ക്രൈസ്തവ സാക്ഷ്യം. കൊട്ടാരക്കരയിലുള്ള ടിനു എന്നൊരു പാസ്റ്ററുമായി ബന്ധപ്പെട്ട് ആത്മീയമായ കൂടുതൽ അഭിഷേകത്തിലേക്ക് വന്നതും ഒത്തിരിയേറെ ഇടങ്ങളിൽ സാക്ഷ്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ളതും പല സുവിശേഷ പ്രഘോഷണ വേദിയിലും അദ്ദേഹം പ്രസംഗിച്ചിട്ടുള്ളതുമാണ്. ഈ പ്രസംഗങ്ങളും ജീവിതത്തെ മാറ്റിമറിച്ച അത്ഭുതകരമായ സാക്ഷ്യമൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ തിരഞ്ഞാൽ നമുക്ക് കിട്ടും. പഠിച്ച കള്ളന്മാർ കുതന്ത്രങ്ങളുമായി കത്തോലിക്ക സഭയിലും പെന്തക്കോസ്ത് സഭകളിലും നിരവധി ക്രൈസ്തവ സഭകളിലുമുണ്ട്. വിശ്വാസത്തിന് ചേർന്നതല്ലാത്ത ജീവിതം നയിക്കുന്നു എന്നതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. എന്നാൽ ജീവിതം മാറ്റിമറിച്ചു എന്ന് പറയുന്ന ക്രൈസ്തവ സാക്ഷ്യം പറയുന്ന വ്യക്തി ആ ജീവിതത്തിന് മുമ്പുണ്ടായിരുന്ന അതേ തിന്മകളിലും വൃത്തികേടുകളിലും സ്ഥിരമായി തുടരുകയും ആദ്യ ഭാര്യ അതിൻ്റെ പേരിൽ ഇട്ടിട്ട് പോവുകയും രണ്ടാമതൊരു ഭാര്യ വന്നപ്പോൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തയ്യാറായാണ് വന്നത് എന്ന് മനസ്സിലാക്കാമെങ്കിലും അവർക്കും അഡ്ജസ്റ്റ് ചെയ്യാനാവാത്ത വിധത്തിൽ ഈ വിഷയം വഷളാവുകയും നിരവധി പരസ്ത്രീ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ വഴക്കുണ്ടാകാറുള്ളതായും അപ്പോഴൊക്കെ ബിന്ദുവിൻ്റെ സൗഹൃദത്തെക്കുറിച്ച് ചോദ്യം ചെയ്തുമൊക്കെ ഇത് ഒതുക്കി വിടുകയായിരുന്നുവെന്നും ഇത് സഹിക്കാനാവാത്ത വിധം നിരവധി പരസ്ത്രീ ബന്ധങ്ങളുണ്ടെന്നും ബിന്ദു നിരവധി ചാനലുകളോട് പറഞ്ഞത് നമുക്ക് കേൾക്കാം. അപ്പോൾ ജീവിതം മാറ്റിമറിച്ചു എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് ഇതൊക്കെ വ്യാജമാണെന്ന് കരുതാൻ പറ്റുമോ? ഒരിക്കലും വ്യാജമാണെന്ന് കരുതാൻ പറ്റില്ല. അദ്ദേഹത്തിന് അതുപോലെ വിശ്വാസ അനുഭവങ്ങളുണ്ട്. ക്രിസ്തു തന്നോട് സംസാരിക്കാറുണ്ടെന്നും ക്രിസ്തു തരുന്ന സന്ദേശം അനുസരിച്ചാണ് KSRTCയിൽ പല പരിഷ്കരണങ്ങൾ നടത്തി വിജയിപ്പിക്കുന്നതെന്നും ഒക്കെ അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിശ്വാസ വിഷയവും ജീവിതവുമായി ചേർത്ത് വെച്ച് ഒരു വിശകലനം നാം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഭൂരിപക്ഷ ഹൈന്ദവ വിഭാഗത്തെ പ്രീണിപ്പിക്കുന്ന നിലപാടല്ലാതെ ഒരു ന്യൂനപക്ഷ ക്രൈസ്തവ വിശ്വാസത്തെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് വോട്ട് കിട്ടാനും അവിടെ പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് മനസ്സിലാക്കണം. ആ നിലയിൽ ദുരുദ്ദേശപൂർവ്വം പറയുന്നതുമല്ല. അപ്പോൾ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, രക്ഷാകരമായ സുവിശേഷമല്ലാതെ വിനാശകരമായ ഒരു സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുവെന്നും യഥാർത്ഥ പരിശുദ്ധാത്മാവല്ലാതെ ഒരു വ്യാജ പരിശുദ്ധാത്മാവ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു, പലരിലും ആവസിക്കുന്നുവെന്നും ഈ ലോകത്തിൻ്റെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും സമൃദ്ധിയും വാരി വിതറുകയും ഏത് വഷളത്വത്തിലും ജീവിച്ചുകൊണ്ട് തന്നെ ദൈവവുമായി ചേർന്ന് പോവുകയും ചെയ്യാവുന്ന അത്തരം ഒരു അരൂപിയുടെ പ്രവർത്തനം ക്രിസ്തു വിശ്വാസം എന്ന പേരിൽ ഒരു വ്യാജ ക്രൈസ്തവ വിശ്വാസം ഇവിടെ പടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു സഭയിലല്ല, വിവിധ സഭകളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ചു എന്ന് പറയുന്നതും സ്വർഗീയമായ സന്ദേശങ്ങൾ ലഭിച്ചു നയിക്കപ്പെടുന്നു എന്ന് പറയുന്നവരും തങ്ങളുടെ നാശത്തിനുള്ളതാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. യഥാർത്ഥ ക്രിസ്തുവല്ല, അതൊരു വ്യാജ ക്രിസ്തുവാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചിന്തിച്ചേക്കാം, വ്യക്തിപരമായ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ നിരവധി എല്ലായിടത്തും ഇല്ലേ? അവിടെ ഒരു കുടുംബ പ്രശ്നമുണ്ടായി, അതവർ പരിഹരിക്കുകയും ചെയ്തു. അതൊക്കെ എന്തിനാണ് ഇനിയും വലിച്ചഴിച്ച് കൊണ്ടുവരുന്നത് എന്ന് ചിന്തിച്ചേക്കാം. പ്രലോഭനങ്ങൾ എപ്പോഴും വേട്ടയാടാറുണ്ട്. പിശാചിന്റെ പരീക്ഷണത്തിൽ പലരും വീണു പോകാറുണ്ട്. അദ്ദേഹം പണ്ടേ ഉപേക്ഷിച്ച തിന്മയിൽ വീണ്ടും ഒന്ന് പെട്ടുപോയി എന്നല്ലേ ഉള്ളൂ എന്നൊക്കെ ചിന്തിച്ചേക്കാം. അങ്ങനെ നിസ്സാരമായി തള്ളാവുന്നതല്ല ഇത്. അദ്ദേഹം ഉന്നതനായ സ്ഥാനത്തിരിക്കുന്ന ഒരാളും ക്രൈസ്തവ വിശ്വാസം പരസ്യമായി പ്രഘോഷിക്കുന്ന ആളും ക്രിസ്തു തന്നോട് സംസാരിക്കാറുണ്ടെന്നും ഒക്കെ അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം തന്നെ ആയിരക്കണക്കിന് പ്രണയമുണ്ടെന്നും നിരവധി പ്രസിദ്ധരായവർ പ്രണയിച്ചവരാണെന്നും നിങ്ങളും പ്രണയിച്ചാൽ നിങ്ങൾക്ക് അസൂയ ഉണ്ടാവില്ല, നിങ്ങൾക്ക് പ്രണയമില്ലാത്തത് കൊണ്ടും അതുകൊണ്ട് നിങ്ങൾക്ക് അസൂയുള്ളത് കൊണ്ടുമാണ് എൻ്റെ പ്രണയ വിഷയത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത്. തനിക്കിങ്ങനെ സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് പരസ്യമായി അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ സംസാരിച്ചത്. വിശുദ്ധി ജീവിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. വിശുദ്ധിക്ക് വിരുദ്ധമായ കാര്യമാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടൊരു കുടുംബ വിഷയമായി ഇത് അവഗണിക്കണം, ഇത് കയറ്റി പിടിക്കരുത് എന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. ഞാൻ പറഞ്ഞു വരുന്ന പ്രധാന പോയിന്റിലേക്ക് വരാം. മന്ത്രി വീണയും മന്ത്രി റോഷിയും ഒക്കെ ക്രൈസ്തവ വിശ്വാസികളായി ഈ മന്ത്രിസഭയിലുണ്ടെങ്കിലും ഗണേഷ് വരുന്നതിന് തൊട്ട് മുമ്പ് ആന്റണി രാജു ക്രൈസ്തവ വിശ്വാസി എന്ന നിലയിൽ തന്നെ നല്ല രീതിയിൽ ഭക്തിയോടെ ജീവിക്കുന്ന അയാളും ഉണ്ടായിരുന്നപ്പോഴൊന്നും ഈ 3 ക്രൈസ്തവ മന്ത്രിമാരും ക്രിസ്തു പറയുന്നതനുസരിച്ച് അതാത് വകുപ്പുകളിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല, പരിഷ്കരണവും നടത്തിയിട്ടില്ല. ക്രിസ്തു വിശ്വാസം ഇതുപോലെ തീവ്രമായി ഏറ്റുപറഞ്ഞിട്ടുമില്ല. അവരെക്കാൾ വെല്ലുന്ന വിശ്വാസം കൂടുതൽ പ്രസംഗിക്കുകയും എന്നാൽ പഴയകാല വഷളൻ ജീവിതം തന്നെ സ്ഥിരമായി തുടർന്ന് പോവുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുമ്പോൾ ഈ വൃത്തികെട്ട അശുദ്ധിയും മ്ലേച്ഛതയും നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാവുന്ന ഒരു ക്രൈസ്തവ വിശ്വാസം, ഒരു വ്യാജ ക്രൈസ്തവ വിശ്വാസം ഇദ്ദേഹത്തിലുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ക്രിസ്തു 12 അപ്പസ്തോലന്മാരെയും സുവിശേഷം പ്രസംഗിക്കാൻ അയച്ചപ്പോൾ പറഞ്ഞത്, നിങ്ങളൊരു ഗ്രാമത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെയുള്ള യോഗ്യരെ കണ്ടെത്തുവിൻ, അവനോടൊപ്പം വസിക്കുവിൻ, അവിടം വിട്ടു പോകുന്നതുവരെയും അവനോടൊപ്പം വസിക്കുവിൻ എന്നാണ്. അതായത് ഇത് യോഗ്യരായവരെ കണ്ടെത്തി അവരെ വിശ്വാസത്തിലേക്ക് വരുത്തിയിട്ട് അവിടെ തമ്പടിച്ചുകൊണ്ട് പരിസരത്ത് പ്രഘോഷിക്കുക. അതിൻ്റെ കാരണം എന്താണ്? ഈ പരിസരത്തൊക്കെ ചെന്ന് പ്രസംഗിക്കുമ്പോൾ അവിടെയുള്ള കഞ്ചാവ് കച്ചവടക്കാരനെ പെണ്ണുപിടി അധർമ്മികളുടെ ഒപ്പം താമസിക്കുന്നവരാണ് എങ്കിൽ അത് കൂടണ്ട എന്ന് മാന്യന്മാർ വിചാരിക്കും. അതുകൊണ്ട്
ഇത് യോഗ്യതയുള്ളവരുടെ സംഘമാണ് എന്നും വരുത്തേണ്ടതുണ്ട് സമൂഹത്തിൽ. എന്നാൽ ഈ സുവിശേഷ പ്രചരണത്തിനിടയിൽ കഠിനമായി പാപികൾ മാനസാന്തരപ്പെട്ട് വന്നേക്കാം. അവരെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി യോഗ്യതയുള്ളവരുടെ ഒരു പ്രസ്ഥാനമായിരിക്കണം എന്നുള്ളത് ക്രിസ്തു ആഗ്രഹിച്ച കാര്യമാണ്, ആരംഭകാലം മുതൽ ആഗ്രഹിച്ച കാര്യമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ വഷളായ ജീവിതത്തിന് ഉടമകളാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന വ്യക്തികൾ രാഹുൽ മങ്കോട്ടത്തിലും നടൻ സിദ്ദിഖും നടൻ മുകേഷും വേടനും ഒക്കെ ഈ നാളുകളിൽ അവരും ക്രൈസ്തവ സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ പൊതുവെ ക്രൈസ്തവ വിശ്വാസത്തിന് ഈ പൊതുസമൂഹത്തിലുള്ള വില എന്തായിരിക്കും, മതിപ്പ് എന്തായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് നിശ്ചിത യോഗ്യത ആവശ്യമുള്ളവരല്ല, വളരെ വൃത്തികെട്ടവരാണ് കൂടുതലും ക്രൈസ്തവർ എന്ന് വരുന്നത് ക്രിസ്തുവിന് അപമാനകരമല്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നു, ഗണേശൻ ക്രൈസ്തവനാണെന്ന് പറയുന്നത് ക്രിസ്തുവിന് അപമാനമാണ്, ക്രിസ്ത്യാനികൾക്ക് അപമാനമാണ്. പാപികളെ തേടിയില്ലേ ക്രിസ്തു വന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നെ എതിർത്തേക്കാം. പക്ഷേ പാപികളുടെ ഒളിസങ്കേതമായി എല്ലാ കുൽസിത പ്രവർത്തനങ്ങളിലെയും എല്ലാ വൃത്തികളുടെയും ഇടമായി ജീവിക്കാൻ അല്ല ക്രിസ്തു ആരെയും വിളിക്കുന്നത് എന്ന് തിരിച്ചറിയണം. ജീവിതത്തെ മാറ്റിമറിച്ചു എന്ന് പറയുന്ന ആ ക്രൈസ്തവ വിശ്വാസ തീഷ്ണതയിലേക്ക് വന്ന നാളുകൾക്ക് ശേഷമാണ് ശ്രീവിദ്യയുടെ സമ്പത്തൊക്കെ അപഹരിച്ചതും അവരുടെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കാതെ അവരുടെ സമ്പത്തെല്ലാം അപഹരിച്ചതും അവരെ കൊണ്ടുനടന്നതും നിരവധി സ്ത്രീകളെ കൊണ്ടുനടന്നതിൻ്റെ ചരിത്രങ്ങളുള്ളതുമൊക്കെ. കൂടാതെ ഇപ്പോൾ ഭാര്യ ബിന്ദു മേനോൻ പറഞ്ഞ സ്ഥിരമായി ഇത്തരം പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ 6-7 മാസക്കാലമായി വേറിട്ട് താമസിക്കുന്നു. പ്രത്യേകമായ തെളിവുണ്ടാക്കാൻ ഈയിടെ വീഡിയോ പിടിക്കുകയും ചെയ്തു. ഇത് പതിവാണെന്ന് പറയുന്നു എന്ന സ്ഥിതിയിൽ പരീക്ഷണമുണ്ടായപ്പോൾ പെട്ടുപോയി എന്ന രീതിയിൽ മാത്രമല്ല വിചാരിക്കേണ്ടത്. രക്ഷാകരമല്ലാത്ത ഒരു സുവിശേഷം ഇവിടെ പ്രചരിക്കപ്പെടുന്നുവെന്നും അതിലാണ് ഇദ്ദേഹവും പെട്ടിരിക്കുന്നതെന്നും ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും സുഖങ്ങളും വഷളത്വങ്ങളും എല്ലാം ആസ്വദിക്കാവുന്ന ഒരു ക്രിസ്തീയത ഇവിടെ പ്രചാരത്തിലുണ്ടെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടി പറഞ്ഞ് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. നമ്മുടെ മെയ് മാസത്തിലെ മാതാവിൻ്റെ വണക്കമാസവുമായി ബന്ധപ്പെട്ട ആ പുസ്തകത്തിലുള്ള ഒരു സംഭവ വിവരണമുണ്ട്. അതായത് പ്രസിദ്ധയായ ഒരു ബ്രിട്ടീഷ് നടി കുത്തൊഴിഞ്ഞ ജീവിതം നയിച്ചിരുന്നു. ക്രിസ്തുവിനെക്കുറിച്ചും ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ചുമുള്ള അറിവ് വല്ലതും ലഭിച്ചപ്പോൾ അവൾക്കും ക്രിസ്ത്യാനിയാകണമെന്ന്, അതും കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചു. കത്തോലിക്കനായ അവളുടെ ഭർത്താവ് അതിന് സമ്മതിച്ചില്ല. നിന്നെപ്പോലുള്ള അലവലാദികൾക്ക് കയറിയിറങ്ങി നടക്കാനുള്ളതല്ല കത്തോലിക്ക സഭ, അത് വിശുദ്ധരുടെ കൂട്ടായ്മയാണ്, അതുകൊണ്ട് നിനക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അവളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി. അവൾ ഒത്തിരിയേറെ കഠിന ഉപവാസങ്ങളെടുത്തു. സിനിമാ മേഖലയിൽ നിന്ന് മാറി അവളുടെ നിരവധി ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ വിച്ഛേദിച്ച് പ്രാർത്ഥനയും ഉപവാസവുമായി ഏറെ മാസങ്ങൾ വർഷങ്ങൾ ജീവിച്ച ശേഷം അവൾ ബിഷപ്പിനെ കണ്ട് പ്രത്യേക അനുവാദം വാങ്ങി. അപ്പോൾ ഇവരുടെ ജീവിതം ശരിക്കും ചേഞ്ചായി എന്ന് വ്യക്തമായ ശേഷം ഭർത്താവും അനുവാദം കൊടുത്തു. അങ്ങനെ അവൾ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നു, മാമോദിസ സ്വീകരിച്ചു എന്ന് കാണുന്നുണ്ട്. ഇവിടെ യാതൊരു തരത്തിലുള്ള ജീവിത മാറ്റവും വേണ്ടാത്ത, എല്ലാ വർഷത്വത്തിലും കുമിഞ്ഞു കിടക്കുന്നവരെ പെട്ടെന്ന് വരദാനങ്ങൾ നിറച്ച് പരസ്യമായി സുവിശേഷ പ്രഘോഷകരായി കൗൺസിലർമാരായി ഒക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ അവരിലൂടെ ഒരു വഷളൻ ക്രിസ്തുവിനെ പ്രചരിപ്പിക്കുന്ന ക്രൈസ്തവ വിശ്വാസത്തെ വളരെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി തന്നെ നിഗൂഢ ശക്തികൾ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഒരു വശത്ത് ക്രൈസ്തവ സാക്ഷ്യം നടക്കുമ്പോൾ മറുവശത്ത് ക്രൈസ്തവ വിരുദ്ധ സാക്ഷ്യം, എതിർ സാക്ഷ്യം നടത്താനുള്ള പൈശാചിക പ്രവർത്തനങ്ങളാണ്. അത്തരം സഭകൾ നിലവിലുണ്ട്, അത്തരം പാസ്റ്റർമാരുണ്ട്, അത്തരം പ്രമുഖരുണ്ട് എന്ന് മനസ്സിലാക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഇതിനോട് ചേർന്ന് മറ്റൊരു രഹസ്യം കൂടി മനസ്സിലാക്കാനുണ്ട്. നിങ്ങൾ രണ്ടുടുപ്പോ പണസഞ്ചിയോ ഒന്നും എടുക്കരുത്, വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ് എന്ന് പറഞ്ഞാണ് അപ്പസ്തോലരെ അയക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിനർത്ഥം എന്താണ്? പലരും പല വ്യാഖ്യാനം പറഞ്ഞെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം, സമ്പത്ത് സമാഹരിക്കാനുള്ള മാർഗമല്ല ഇത്. നിങ്ങൾക്ക് ജീവിച്ചു പോകാനുള്ളതൊക്കെ കിട്ടിക്കോളും. അത്രയേ ക്രിസ്തു വാഗ്ദാനം ചെയ്തിട്ടുള്ളൂ സുവിശേഷ പ്രവർത്തകർക്ക്. എന്നാൽ സുവിശേഷ പ്രഘോഷണത്തിലേക്ക് വന്ന ശേഷം കൂടുതൽ സമ്പത്ത് സമാഹരിക്കുന്നവരോ ആത്മീയ ശുശ്രൂഷ വഴി തന്നെ സമ്പന്നരായവരോ ഉണ്ടെങ്കിൽ അവർ ക്രൈസ്തവ വിശ്വാസത്തെ വികലമാക്കാനായി പൈശാചിക ശക്തികളാൽ ഇറക്കപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ കത്തോലിക്ക പുരോഹിതർ എത്രയോ നൂറ്റാണ്ടുകളായി, ഈ 2000 വർഷത്തിനിടയിൽ എത്രയോ ക്രൈസ്തവ പുരോഹിതരും സമർപ്പിതരുമാണ് പ്രത്യേകിച്ച് ഒന്നും നേടാതെ, ജീവിതത്തിൽ സമ്പാദ്യമൊന്നും നേടാൻ ആഗ്രഹിക്കാതെ ജീവിതകാലം മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് മരിച്ചവർ. ഒരു പ്രത്യേക ക്രൈസ്തവ സഭ രൂപീകരിച്ചോ അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പാസ്റ്ററായോ മറ്റ് പ്രവർത്തകരായോ വചനപ്രഘോഷകരായോ ഒക്കെ ജീവിക്കുന്ന എത്രയോ പേരാണ് ലക്ഷങ്ങളല്ല കോടികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെ നിരവധി കോടികൾ ഉണ്ടാക്കിയവരുണ്ട് എന്ന് കാണുമ്പോൾ നിങ്ങൾ ഏത് സഭയാണ് ശരി തെറ്റ് എന്ന് പ്രബോധനപരമായി മാത്രം മനസ്സിലാക്കാതെ ജീവിതം കൊണ്ട് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, സമ്പത്തില്ലാതെ ജീവിച്ചു പോകാനുള്ള സൗകര്യങ്ങൾ കൊണ്ട് മാത്രം ജീവിച്ച് സുവിശേഷം പ്രഘോഷിക്കുന്നവർ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവർ ഏത് സഭകളിലാണുള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ ഏതാണ് ക്രിസ്തുവിൻ്റെ സഭ, ഏതാണ് പിശാചുക്കളുടെ സഭ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.
ഓക്കെ, ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു രഹസ്യമാണ്, ഞാൻ പരിശുദ്ധാത്മ നിറവിലേക്ക് വന്ന നാളുകളിൽ എന്നെ അതിശയപ്പെടുത്തിയ കാര്യങ്ങൾ. ക്രൈസ്തവ വിശ്വാസികളായ എൻ്റെ സുഹൃത്തുക്കളിൽ ചിലർ പ്രാർത്ഥിക്കാറില്ല പതിവായിട്ട്, അങ്ങനെയുള്ള കാര്യം അവർ എന്നോട് വൃത്തികെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ രാഷ്ട്രീയക്കാരനെന്ന നിലയിലും ഒരു അധ്യാപകൻ എന്ന നിലയിലും ഒക്കെയുള്ള മാന്യത നിലനിർത്തിക്കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്ന, സ്റ്റാൻഡേർഡായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അധികം വർഷത്തിലേക്ക് പെട്ടുപോയിരുന്നില്ല. ഒരു ക്രിസ്മസിന് ഇവരൽപ്പം മദ്യക്കുപ്പികളൊക്കെ സംഘടിപ്പിച്ച് അപ്രതീക്ഷിതമായി വലയിൽ വീണ ഒരു കോളേജ് വിദ്യാർത്ഥിയും കൂട്ടിയാണ് അവിടെ കൂടിയത്. പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം ഇവരിൽ കൂടുതൽ ഭക്തനായ ഒരാൾ പറഞ്ഞത്, ഇത്രയും വലിയൊരു മെച്ചം ഇതിനും ഉണ്ടായിട്ടില്ല, ഉണ്ണീശോ കൊണ്ട് തന്നതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ക്രിസ്തുവുമായും ഞാൻ വിശ്വസിക്കുന്ന വിശുദ്ധ ജീവിതവുമായും ബന്ധപ്പെട്ട യാതൊന്നും അവർ കാണാനില്ലാത്തത് കൊണ്ട് അവരുടെ ക്രിസ്തുവിനെ തന്നെയാണോ ഞാൻ വിശ്വസിക്കുന്നത്, അവരുടെ ക്രിസ്തുവും എൻ്റെ ക്രിസ്തുവും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ, എന്താണ് ഇങ്ങനെയൊക്കെ എന്നെ ആകുലപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഈ നാളുകളിൽ ഞാൻ ചിന്തിക്കുകയാണ്, ഇത്തരമൊരു ക്രിസ്തുവിനെ തന്നെയാണോ ഗണേശന് ലഭിച്ചത്, ഗണേശൻ കൊണ്ടു നടക്കുന്നത്? നിങ്ങൾക്ക് ഒത്തിരിയേറെ എതിരഭിപ്രായം ഈ വിഷയത്തിലുണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.